വാർത്തയിലേക്ക് വിശദമായി. ഇസ്രായേലിലേക്ക് ആക്രമണം ശക്തമാക്കി ഇറാൻ. തെക്കൻ മേഖലയിലെ ആണവ ഗവേഷണ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി നടത്തിയ ആക്രമണത്തിൽ ദിമോണ, അറാദ് എന്നീ നഗരങ്ങൾ വ്യാപക നാശനഷ്ടങ്ങൾക്കിരയായി. 150ഓളം പേർക്ക് പരിക്കേറ്റു. മധ്യ ഇസ്രായേലിലെ ഹോളോൺ നഗരത്തിലും മിസൈൽ പതിച്ചതായി റിപ്പോർട്ടുണ്ട്. മറുപടിയായി ടെഹ്റാനിലെ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തി. ഇതിനിടെ ഹോർമുസ് കടലിടുക്ക് 48 മണിക്കൂറിനുള്ളിൽ തുറന്നില്ലെങ്കിൽ ഇറാനിലെ പവർ പ്ലാന്റുകൾ തകർക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇങ്ങനെ സംഭവിച്ചാൽ പശ്ചിമേഷ്യയിലെ USന്റെയും ഇസ്രായേലിന്റെയും എല്ലാ ഊർജ്ജ നിലയങ്ങളും തകർക്കുമെന്നാണ് IRGCയുടെ മുന്നറിയിപ്പ്. അജയ് സുധ ബിജു ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അജയ്, യുദ്ധം അവസാനിക്കുന്നതിന്റെ സൂചനകൾ നൽകിയതിന് പിന്നാലെയാണ് അതിശക്തമാകുന്ന തരത്തിലുള്ള ആക്രമണങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. എന്താണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ? രേണുക, ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം തന്നെയാണ് പശ്ചിമേഷ്യയിൽ നിന്ന് കേൾക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ടും ഇപ്പോൾ ആണവ നിലയങ്ങൾ കേന്ദ്രീകരിച്ചായി ഈ യുദ്ധത്തിന്റെ ഒരു ആക്രമണം, അതിന്റെ ഒരു പോക്ക് എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഭയചകിതരാക്കുന്നത്. ഇറാനുള്ളിലെ നാറ്റ്സ് ന്യൂക്ലിയർ ഫെസിലിറ്റി കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തിയിരുന്നു ഇസ്രായേൽ. ഇതിന് പിന്നാലെ വളരെ കനത്ത രീതിയിലുള്ള സുരക്ഷയടക്കം മേഖലയിൽ പ്രഖ്യാപിച്ച സാഹചര്യമുണ്ടായിരുന്നു. അന്താരാഷ്ട്ര ആണവ നിലയത്തിന്റെ സംഘടന ഉൾപ്പെടെ ഈ ഒരു മേഖലയിൽ ഒരു ആണവ ചോർച്ചയൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞത് വലിയൊരു ആശ്വാസമായിരുന്നുവെങ്കിലും ഇപ്പോൾ ഇറാൻ ഇസ്രായേലിലുള്ള ചില ആണവ ഗവേഷണ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ആക്രമണം നടത്തിയിരിക്കുകയാണ്. തെക്കൻ ഇസ്രായേലിലുള്ള ദിമോണ, അറാദ് എന്നീ നഗരങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ഈ ആക്രമണങ്ങൾ നടന്നത്. ഇന്ത്യൻ സമയം ഇന്നലെ ഇന്ത്യൻ സമയം വൈകിട്ടോടെയാണ് ഇത്തരമൊരു ആക്രമണം നടന്നത്. ഈ ഒരു ആക്രമണത്തിൽ വ്യാപകമായിട്ടുള്ള നാശനഷ്ടം തന്നെ ഈ രണ്ട് നഗരങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. നിരവധി കെട്ടിടങ്ങൾ തകർന്നു വീണു. ഒരുപാട് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഏതാണ്ട് 150ഓളം പേർ പരിക്കേറ്റ് ചികിത്സയിലാണ് എന്നുള്ള വിവരങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും ഇവിടെയുള്ള ആണവ കേന്ദ്രത്തിന് നേരെ നടന്നിട്ടുള്ള ആക്രമണത്തിലും മറ്റ് ആണവ ചോർച്ചകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇത് തീർത്തും ആശ്വാസമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ വീണ്ടും ഇസ്രായേലിലേക്ക് ആക്രമണം ഇറാൻ നടത്തിയിട്ടുണ്ട്. മധ്യ ഇസ്രായേലിലുള്ള ഹോളോൺ നഗരത്തിലേക്കാണ് പുതിയ ആക്രമണം നടന്നത്. ഒരാൾക്ക് മാത്രം പരിക്കേറ്റു എന്നുള്ള വിവരമാണ് ലഭിച്ചിട്ടുള്ളത്. മറ്റ് കൂടുതൽ പരിക്കുകളൊന്നും നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വടക്കൻ ഇസ്രായേൽ ഉൾപ്പെടെ ഒരു ജാഗ്രത കർശനമാക്കിയിട്ടുണ്ട്. അവിടെ സൈറനുകൾ തുടർച്ചയായിട്ട് മുഴങ്ങുന്ന സാഹചര്യം കൂടിയുണ്ട്. ഇപ്പോൾ തിരിച്ചടിയായിട്ട് ഇസ്രായേൽ ഇറാനിലേക്ക് ആക്രമണം കടുപ്പിച്ചിട്ടുണ്ട്. ടെഹ്റാനിലുള്ള സർക്കാർ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തുന്നതായിട്ടാണ് IDF പ്രസ്താവന പുറത്തുവിട്ടത്. കഴിഞ്ഞ ദിവസം ഇറാൻ ആക്രമണത്തിനായിട്ട് ഇസ്രായേലിന് നേരെ ഉപയോഗിച്ചത് അത്യാധുനികമായിട്ടുള്ള ഇന്റർ കോണ്ടിനെന്റൽ 2 സ്റ്റേജ് മിസൈലാണ്, 2 സ്റ്റേജ് ബാലിസ്റ്റിക് മിസൈലാണ്. ഈ ഒരു ആക്രമണം അത് പ്രതിരോധിക്കാൻ സാധിച്ചില്ല എന്ന് IDF സമ്മതിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു യുദ്ധം ഇനിയും മുന്നോട്ട് പോകും, ശത്രുക്കൾക്ക് ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നാലെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണവും ഉണ്ടാകുന്നുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു സമാധാന ശ്രമത്തിനുള്ള നീക്കങ്ങൾ നടത്തുന്നതായിട്ട് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതായത് ട്രംപിന്റെ ചില വിശ്വസ്തരെ കൂടെ കൂട്ടി ഖത്തറിന്റെ മധ്യസ്ഥതയിൽ ഇറാനുമായിട്ട് ചർച്ചകൾ നടത്തി യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടെന്നായിരുന്നു വൈറ്റ് ഹൗസിനെ ഉദ്ധരിച്ചുകൊണ്ട് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ അതിന് പിന്നാലെയാണ് ഇസ്രായേലിലേക്ക് ഇത്ര കടുത്ത രീതിയിൽ ഇറാൻ ആക്രമണം നടത്തിയത്. ഇതോടെ അജയ്, 48 മണിക്കൂർ സമയമാണ് ട്രംപ് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഇറാനിലെ പവർ പ്ലാന്റ്സ് ആക്രമിക്കുമെന്ന് പറയുന്നു. സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് തുറക്കുക എന്നതാണ് ട്രംപ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. അല്ലെങ്കിൽ 48 അവേഴ്സിനകം തുടച്ചു നീക്കുമെന്ന മുന്നറിയിപ്പ് ട്രംപ് നൽകുന്നത് എന്തിന്റെ സൂചനയാണ്? ശരിക്കും ഇന്നലത്തെ ട്രംപിന്റെ നിലപാടിൽ നിന്ന് നേരെ മലക്കമറിയുന്ന ഒരു നിലപാടാണ് ഇന്ന് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വെച്ചാണ് ട്രംപ് ഇന്നലെ ഇട്ട പോസ്റ്റിൽ വ്യക്തമാക്കിയിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഹോർമുസ് കടലിടുക്ക് അതിൻ്റെ സുരക്ഷ അമേരിക്കയുടെ ഉത്തരവാദിത്തമല്ല. അമേരിക്ക ഹോർമുസ് കടലിടുക്ക് വഴി ഗതാഗതം നടത്തുന്നില്ല. ഇവിടെ ഈ ഒരു പ്രദേശം കൂടുതലായി ഉപയോഗിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളും ഏഷ്യൻ രാജ്യങ്ങളുമാണ്. അദ്ദേഹം പേരെടുത്ത് സൂചിപ്പിച്ചത് ജപ്പാൻ, ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ്. അപ്പോൾ ഈ ഹോർമുസ് സുരക്ഷയ്ക്കായി ഈ രാജ്യങ്ങൾ മുന്നിട്ടിറങ്ങണം. അമേരിക്ക ഇതിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കില്ല. വേണമെങ്കിൽ ചില സഹായങ്ങൾ മാത്രം അമേരിക്ക ചെയ്തു തരാം എന്നതായിരുന്നു ട്രംപിന്റെ ഒരു പ്രതികരണം എന്ന് പറയുന്നത്. അതിനുശേഷമാണ് ഈ സമാധാന നീക്കങ്ങൾക്ക് ഇസ്രായേലിന്റെ പിന്തുണയില്ലാതെ അമേരിക്ക ഖത്തറിന്റെ മധ്യസ്ഥതയിലൂടെ
ചില ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്നുള്ള രീതിയിലുള്ള അഭ്യൂഹങ്ങൾ ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വന്നത്. പിന്നാലെ ഇസ്രായേലിൽ ആക്രമണം നടന്ന് ചില മണിക്കൂറുകൾക്കപ്പുറമാണ് ട്രംപ് പുതിയ പോസ്റ്റുമായി രംഗത്തെത്തുന്നത്. ഈ പോസ്റ്റിൽ ട്രംപ് അവകാശപ്പെടുന്നത് ഇന്ന് രാവിലെ ഏതാണ്ട് ഇന്ത്യൻ സമയം 5 മണിയോടെയാണ് ഈ പോസ്റ്റ് വന്നത്. ട്രംപ് അതിൽ പറയുന്നത് ഈ പോസ്റ്റ് ഇട്ട് കൃത്യം 48 മണിക്കൂറിനുള്ളിൽ ഇറാൻ ഹോർമുസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ ഇറാനുള്ളിലെ പവർ പ്ലാന്റുകൾ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തും എന്നുള്ള ഒരു ഭീഷണിയാണ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നത്. ഏറ്റവും ആദ്യം ഇറാനിലുള്ള ഏറ്റവും വലിയ പവർ പ്ലാന്റ് തന്നെ തങ്ങൾ ലക്ഷ്യം വെക്കുമെന്നും ട്രംപ് സൂചിപ്പിക്കുന്നുണ്ട്. ഇതിന് പിന്നാലെ ഇറാന്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. IRGCയുടെ ഭാഗത്തു നിന്നും ഒരു പ്രസ്താവനയായിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. അതായത് IRGC വ്യക്തമാക്കുന്നത് ഇറാനുള്ളിലെ പവർ പ്ലാന്റുകൾ ആക്രമിച്ചാൽ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും പശ്ചിമേഷ്യയിലുള്ള എല്ലാ എനർജി റിസോഴ്സുകളിലേക്കും ആക്രമണം നടത്തും എന്നതാണ് IRGC നൽകുന്ന ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. അവരുടെ കൊല്ലപ്പെട്ട ഈ നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ നേതാവായിട്ടുള്ള അലി ലാരിജാനി മുൻപ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഇറാനുള്ളിലെ പവർ പ്ലാന്റുകൾ ലക്ഷ്യമാക്കി ആക്രമണം നടത്തിയാൽ 30 മിനിറ്റിനുള്ളിൽ പശ്ചിമേഷ്യയെ മുഴുവൻ അന്ധകാരത്തിലാക്കും എന്നതായിരുന്നു അത്തരം ഒരു ഭീഷണി. ഏതാണ്ട് അതിന് സമാനമായിട്ടുള്ള ഒരു ഭീഷണി തന്നെയാണ് IRGC ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും US-ന്റെ ഇറാന്റെ എല്ലാ മിസൈൽ സംവിധാനങ്ങളും പൂർണ്ണമായി നിർവീര്യമാക്കി എന്നുള്ള പ്രസ്താവന പൊള്ളയാണ് എന്ന് തെളിയിക്കുന്നതാണ് നിലവിൽ ഇന്ന് നടന്നിട്ടുള്ള ഇസ്രായേലിനുള്ളിൽ നടന്നിട്ടുള്ള ആക്രമണങ്ങൾ എന്ന് പറയുന്നത്. തീർച്ചയായും യുദ്ധം കൂടുതൽ കടുക്കുന്നോ എന്ന ആശങ്കയാണ് ഈ മണിക്കൂറിൽ ഉയരുന്നത്. കഴിഞ്ഞ ദിവസം ഒരു പിൻവാങ്ങലിന്റെ സൂചന നൽകിയ ട്രംപ് തന്നെ 48 മണിക്കൂർ ഡെഡ് ലൈൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഹോർമുസ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് യുദ്ധം കൂടുതൽ കടുക്കുകയാണ്. US-ലെ ടെക്സസിൽ നിന്നും LPG-യുമായി കൂറ്റൻ ചരക്ക് കപ്പൽ പിക്സിസ് പൈനിയർ മംഗലാപുരം തുറമുഖത്തെത്തി. രാവിലെ 6 മണിയോടെയാണ് ബർത്ത് നമ്പർ 13-ൽ കപ്പൽ നങ്കൂരമിട്ടത്. 47,236 ടൺ LPG-യുമായാണ് കപ്പൽ ഇന്ത്യൻ തീരത്തെത്തിയത്. ഇതിനു മുൻപ് റഷ്യൻ അസംസ്കൃത എണ്ണയുമായി അക്വാ ടൈറ്റൻ എന്ന കപ്പലും മംഗലാപുരത്ത് എത്തിയിരുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.